ഏട്ടൻ എന്താണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്? ഇവിടെ അഞ്ജുവിൻ്റെ വീട്ടിൽ നിന്ന് ആളുകളൊക്കെ വന്നതല്ലേ? ഇവിടെ അച്ഛനമ്മയൊക്കെ എന്താ വിചാരിക്കുക? എന്തെങ്കിലും ഒന്ന് വന്ന് രണ്ടാമത്തെ തന്നെ ഇറങ്ങി പോരില്ല. അവിടെ എല്ലാവരും തിരഞ്ഞെടുക്കല്ലേ? എവിടെയൊക്കെ വിളിച്ചു അന്വേഷിച്ചു, ഫോൺ ഓഫാക്കിയിട്ടില്ല. അവിടെ പോയിപ്പോ എന്ത് ആവശ്യമില്ല, എൻ്റെ റോള് തീർന്നു. എൻ്റെ ഏട്ടാ, ചെക്കൻ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞെന്ന് കരുതി ഇറങ്ങി പുറപ്പെട്ട് എങ്ങോട്ടെങ്കിലും കണ്ട് പോവലാ? ഓൻ്റെ വിവരക്കെട്ടൻ എന്തൊക്കെയോ പറഞ്ഞേ. ഓൻ്റെ എത്ര വിവരമുള്ള ഏട്ടന്? ഓൻ്റെ വിവരക്കേട് ഇത്രയും കാലം ഞാൻ കേട്ടു സഹിച്ച്. ഏട്ടൻ വെള്ളം അടിക്കണത് എല്ലാവർക്കും അറിയണ കാര്യമാണ്. അഞ്ജുവിൻ്റെ വീട്ടുകാർക്ക് പറയാം ഏട്ടൻ വെള്ളം അടിക്കുന്നുണ്ടെന്ന്. പക്ഷെ ഏട്ടൻ വെള്ളം അടിച്ചിട്ട് വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. വെള്ളമടിച്ചാലും ആർക്കെങ്കിലും ഒരു കുറവ് ഞാൻ വരുത്തിയിട്ടുണ്ടോ? അവരെ ഭക്ഷണക്കാരോ അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് കച്ചറ ഉണ്ടാക്കുക എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോ? എല്ലാ വാണ്ടവും കയറിക്കഴിഞ്ഞ് എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടി ഇത്തിരി വെള്ളം ഞാൻ അടിച്ച് തെറ്റാണോ? ഏട്ടൻ വെള്ളം അടിച്ച് വരുന്നതും കുടുംബം നോക്കണ കാര്യമൊക്കെ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും അറിയണതാണ്. അതിപ്പം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്തെങ്കിലും ഒരു പ്രശ്നം ഏട്ടൻ ഉണ്ടാക്കിയതായിട്ടുള്ളത് ആരും പറയില്ല. ചെക്കൻ ഇങ്ങനെയൊക്കെ വിളിച്ചു തരാമെന്ന് തന്നെ എനിക്കാണെങ്കിൽ എന്താ ചെക്കൻ കല്യാണം കഴിച്ചാൽ ചെക്കൻ്റെ സ്വഭാവമൊക്കെ മാറിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു സ്വകാര്യമായിട്ട് എന്നെ വിളിച്ച് പറയായിരുന്നു. ഓൻ്റെ വീട്ടുകാരെ മുന്നിൽ വെച്ച് അവനങ്ങനെ പറയാൻ പാടുണ്ടോ? ഓൻ്റെ വീട്ടുകാരാണ്. ഓൻ്റെ വീട്ടുകാരാരാണ്? നമ്മളൊക്കെ തന്നെയല്ലേ ഓൻ്റെ ബന്ധുക്കാർ. ഓൻ്റെ ബന്ധു അതെന്താ ഞാൻ പറഞ്ഞത്? ഓൻ്റെ ബന്ധുക്കാർ എന്തിട്ടാൻ പറഞ്ഞേ? ഓൻ പറഞ്ഞതോ നാട്ടുകാരെ മുന്നിൽ നാണം കെടുത്തിയ പോരാഞ്ഞിട്ടാണോ ഇപ്പം ബന്ധുക്കാരെ മുന്നിലും നാണം കെടുത്തുന്നു എന്ന് ഓൻ ചോദിക്കാം. ഞാൻ ആരെ മുന്നിൽ ആരാണ് നാണം കെടുത്ത്? എന്താ നാണം കെടുത്ത്? നീയൊന്ന് പറ. അത് ശരി, ഓൻ അങ്ങനെ പറഞ്ഞു. ഞാനോട് ചോദിക്കട്ടെ? ചോദിക്കും ഞാൻ അവനോട്. ഇനിയിപ്പോൾ ഓനോട് അതൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. ഇനിയിപ്പോൾ അത് ഓനോട് ചോദിച്ചാൽ എന്നോട് ഓന് വേറെ എന്തെങ്കിലും വലുതായിരിക്കും പറയാ. ഞാൻ ഓൻ ഏട്ടനെ കാണുന്നതിൻ്റെ മുന്നേ ഞാൻ കാണാൻ തുടങ്ങിയല്ലോ ഏട്ടനെ. എൻ്റെ ഏട്ടനായതിൻ്റെ ശേഷമാണല്ലോ ഓൻ്റെ അച്ഛനായത്. ഞാൻ ചോദിക്കാനോട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ട് അമ്പലം മുഴുവൻ കയറി നടക്കണ്ടല്ലോ. നിർത്തിക്കാളെ മതി. കാലാകാലം കഷ്ടപ്പെട്ട് പോറ്റി വളർത്തി വലുതാക്കി ഒരു നിലയിൽ അവരെത്തിച്ചിട്ട് അവസാനം നിനക്ക് ഈ ഗതിയായിരിക്കും ഉണ്ടാകുക. മതി, വേണ്ട, ശരിയാവില്ല. അത് കുറച്ച് കാലം കൂടെ ഇങ്ങനെയൊക്കെ പോവും. അത് കഴിഞ്ഞാൽ തീരെ വയ്യാണ്ടാവുമ്പോൾ ഏതെങ്കിലും കരുണാലയോ എന്തെങ്കിലും നോക്കി വെക്കാം. അതൊക്കെ ഉള്ളു ഇനി.